ഹലോ, ഹെൽപ്പ്! ആരെങ്കിലും ഒന്ന് ഡോർ തുറക്കണേ. ഹെൽപ്പ്! സാറേ, മിഥുൻ സാറേ, മിഥുൻ സാറേ, കണ്ണ് തുറക്ക്. മിഥുൻ സാറേ, അയ്യോ മിഥുൻ സാറേ, പെട്ടെന്ന് എഴുന്നേറ്റ് വാ. തീ ആളെ പടർന്നോണ്ടിരിക്ക. മമ്മി, മിഥുൻ, നീ ഒന്നും മിണ്ടാതിരിക്കെ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്താടി, ഇനി ഇവിടെ തന്നെ നിക്കാനാണോ ഭാവം? നടന്നൊന്നും പോരാഞ്ഞിട്ടാ? നടക്കടി വീട്ടിലേക്ക്. വാ മക്കളെ. ജയേട്ടാ, എന്താ അരുണിമേ? മിഥുന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിന്ന് അപ്പോഴേ പറഞ്ഞതല്ലേ? അതെ, എന്താ? ഒന്നുമില്ല, അവൻ ഫ്ലൈറ്റ് ക്യാൻസലായി വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. ഒന്ന് അന്വേഷിക്കുന്നേ. അവൻ വന്നോളും, നീ ടെൻഷൻ അടിക്കണ്ട. ജയേട്ടൻ എന്ത് ഇങ്ങനെ പറയുന്നത്? അവൻ ഫോൺ ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് സമയമായില്ലേ? ഇതിൽ നേരത്തെ എത്തേണ്ടതായിരുന്നു. അരുണിമേ പ്ലീസ്, വരുന്ന വഴിക്ക് പെട്ടെന്ന് വല്ല വർക്കം വന്ന് കാണും. അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കും ലേറ്റ് ആവുന്നത്. അതിനിങ്ങനെ പേടിക്കണോ? ജയേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും സിറ്റിയിൽ ഉള്ളപ്പോഴെങ്കിലും സമയത്തിന് വീട്ടിലോട്ട് വന്നൂടെ? എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ അടിച്ചാലെങ്ങനെ? ചിലപ്പോ വല്ല ട്രാഫിക് ബ്ലോക്കിലും ആയിരിക്കും. കൂൾ. അവൻ പറഞ്ഞ സമയത്ത് വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ
ഞാൻ ഇങ്ങനെയാണെന്ന് ജയേട്ടൻ അറിയാവുന്നതല്ലേ. അവനെ കാണുന്നത് വരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നാൽ എവിടെ ഉണ്ടെന്ന് നീ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കേ. അത് വേണ്ട. അവൻ ചിലപ്പോ ഡ്രൈവ് ചെയ്യായിരിക്കും. അമ്മ പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുമ്പോ അവൻ ചിലപ്പോ ഫോൺ എടുക്കും. ഞാൻ ചെയ്യില്ല ജയേട്ടാ. ഹായ് വല്യമ്മേ. വിവേക്, മിഥുൻ നിന്നെയെങ്ങാനും വിളിച്ചായിരുന്നോടാ? എന്നെ വിളിക്കാനോ? എന്നെ വിളിച്ചില്ലല്ലോ വല്യമ്മേ. ഒരു മിനിറ്റ് വല്യമ്മേ. ഹലോ. എവിടെ വെച്ചായിരുന്നു? ബാങ്കറ്റ് ഹാളിൽ വെച്ചോ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. എന്താടാ വിവേകേ? വിളിച്ച അത് നമ്മുടെ മിഥുൻ ചേട്ടന്. ഒന്ന് പെട്ടെന്ന് പറയടാ. വല്യമ്മ, നമ്മുടെ ബാങ്കറ്റ് ഹാളില് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അവിടെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായത്രേ. എന്നിട്ട് ആർക്കൊന്നും പറ്റിയില്ലല്ലോ? മിഥുനേട്ടൻ അതിനിടയ്ക്ക് പെട്ടുപോയത്രേ. വലിച്ച നമുക്കുടനെ അങ്ങോട്ടേക്ക് പോകണം. അരുണിമേ, നീ ടെൻഷൻ അടിക്കണ്ട. അവനൊന്നും സംഭവിക്കില്ല. എന്നാ നമുക്ക് പോവാം. എന്തിനാ ഇനി നോക്കി നിൽക്കുന്നേ? എല്ലാരും അകത്തേക്ക് പോയേ. കുളിച്ചിട്ട് വന്ന് വയറ് നിറച്ച് കഴിക്കാൻ നോക്ക്. ചെല്ലങ്ങോട്ട്. എന്താ ചെരമയ്ക്ക്? ആദ്യം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കല്യാണക്കാര്യം പറഞ്ഞ അപ്പം മുഖം വാടും. ജഗദീഷിനെ കണ്ട അട്ടയെ നോക്കുന്ന പോലെ നോക്കുന്നേ. ഇപ്പൊ സന്തോഷായല്ലോ? നീ വിചാരിച്ചതുപോലെ കല്യാണം മുടങ്ങി. അതിന് ചേച്ചി എന്ത് ചെയ്തു ചെറിയമ്മ? ഇനി എന്താടി അവള് ചെയ്യണ്ടേ? ദേഹമാസകലം ദോഷവും ജാതകത്തിൽ അരിഷ്ടതയും ജീവിതം മൊത്തം പ്രാക്കുമായിട്ട് ജനിച്ച ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നല്ലാണ്ട് എന്താ? കഴിഞ്ഞ കല്യാണത്തിന്റെ അന്ന് അപ്പൂപ്പൻ മരിച്ചുപോയി. ഇപ്പതേ താലി കെട്ടുന്നതിന് മുമ്പ് മണ്ഡപം കത്തിപ്പോയിരിക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കത്തി ചാമ്പലാവുമായിരുന്നു. ഇതിന് കാരണം ഞാനാണ് ചെറിയമ്മ. നീയല്ലാതെ വേറെ ആരാടി? കാലനെത്തിയത് കല്യാണത്തിന്റെ രൂപത്തിലായിരുന്നു. എന്റെ പൊന്നു തമ്പുരാനെ, ഒരു നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ? ഏത് ദൈവത്തിന്റെ ഇടങ്കണ്ണ് കിട്ടിയിട്ടാണോ ഇങ്ങനൊരു ശപിക്കപ്പെട്ട ജന്മം ഉണ്ടായത്? ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പൊ പൊടി പോലും ഉണ്ടാവില്ലായിരുന്നു. നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. ആരോടാ സംസാരിക്കുന്നെന്ന് ഓർമ്മയുണ്ടോ? ശേഖരമാവ, അരുന്ധതി. നീ മിണ്ടിപ്പോകരുത് നരേന്ദ്ര. ഇതവൾ ആവേശത്തിൽ പറഞ്ഞതല്ല, അത്യാഗ്രഹം മൂത്ത് സംസ്കാരം മറന്നതുകൊണ്ടാ. മേഘനയും ഈ കുട്ടികളും ഗതിയില്ലാതെ ഇങ്ങോട്ടെത്തിയവരല്ല. അതുപോലെ മേഘനയ്ക്ക് നല്ലൊരു ബന്ധം കിട്ടാത്തത് കൊണ്ടല്ലോ നീ അവരെ ഇങ്ങോട്ട് കൂട്ടിയത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ശേഖരമ്മാവ. പിന്നെ എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്ക്. ജീവന്റെ ജീവനായിരുന്ന അപ്പൂപ്പൻ മരിച്ചപ്പോ മേഘനയുടെയും കുട്ടികളുടെയും ആ ദുഃഖത്തിന് സാന്ത്വനം നൽകുന്നതിന് പകരം അച്യുതൻ പറഞ്ഞുറപ്പിച്ച ആ സംബന്ധം മനഃപൂർവ്വം നീ കലക്കിക്കളയായിരുന്നു. അതറിഞ്ഞിട്ടും
ഞങ്ങളാരും നിന്നോടൊരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടായിരുന്നു? അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ചെറിയമ്മയുടെ സ്ഥാനത്തല്ലാതെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമെന്ന് ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചു പോയി. മേഘനയ്ക്ക് നീ ഒരു നല്ല സംബന്ധം കണ്ടെത്തുമെന്നും അച്യുതൻ നായർക്ക് കൊടുത്ത വാക്ക് നിറവേറ്റുമെന്നും ഇവരെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞിട്ടല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞ കുട്ടികളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ നീ എന്താ ചെയ്തേ? നീ കൊണ്ടുവന്ന ആ ബന്ധം മേഘനയ്ക്ക് താലി കെട്ടാൻ വന്ന ചെറുക്കൻ ഇവക്ക് യോജിച്ചതാണോ എന്ന് നോക്കിയോ നീ? മേഘനയുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത അവനുണ്ടോ അരുന്ധതി? പഴയതെല്ലാം അങ്ങ് മറന്നിട്ട് നീ അവളെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കുകയായിരുന്നു. തെറ്റാ നീ ചെയ്തത്. എന്നിട്ട് ആ തെറ്റും മറന്നോണ്ട് വീണ്ടും മേഘനയെ പഴിചാരാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അയ്യോ ശേഖരമാവ, നിന്നെ വിശ്വസിച്ച് കുട്ടികളെ നിന്റെ കൂടെ അയച്ചതിന് ഇതാണോ നീ തരുന്ന പ്രതിഫലം? നീ കണ്ടല്ലോ, ഇങ്ങനെ ഒരു കല്യാണം ആ ദൈവത്തിന് പോലും സഹിച്ചില്ല. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ അവസാനിച്ചത്. ചേച്ചി, ചേച്ചി, ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല അരുന്ധതി. അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നീ മനഃപൂർവ്വം മറക്കുകയാണെങ്കിൽ ഈ നിമിഷം മേഘനയെയും സഹോദരങ്ങളെയും എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. അയ്യടാ, വിളിച്ചോണ്ട് പോയിട്ട് ആസ്തിയൊക്കെ തനിക്ക് കൈക്കലാക്കാന്നോ? ശേഖരമാവൻ എന്തൊക്കെയാ പറയുന്നത്? അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളായിട്ടാണ് അമ്മാവൻ എന്നെ കാണുന്നേ. ആ കുട്ടികളെ പ്രസവിച്ചത് ഞാനല്ലായിരിക്കാം, ഇനി ചെറിയമ്മ അല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും ഞാനൊരു സ്ത്രീയാണെന്നെങ്കിലും ഓർക്കണമായിരുന്നു. മേഘനയുടെ ഇഷ്ടം അറിയാതെ അവൾക്ക് ഒട്ടും യോജിക്കാത്ത ഒരു തെമ്മാടിയെ കണ്ടുപിടിച്ച് ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ മനസ്സിൽ അവൾ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി. ആരും ഇല്ലാത്തവനാവുമ്പോ സഹോദരങ്ങളെയും പൊന്നുപോലെ നോക്കിക്കോളുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അമ്മാവ. അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശം എന്റെ മനസ്സിലില്ല. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം അമ്മാവ. അതല്ലാതെ അമ്മാവൻ ഇപ്പൊ തന്നെ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാണെന്ന് പറയരുത്. മോളെ മേഘനെ, ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് നീ ആരോടൊന്നും പറയാത്തതെന്താ? അപ്പൂപ്പന് വേണ്ടിയാ. പക്ഷേ നിന്റെ മോളെ ജീവിതം, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് നീ തന്നെയല്ലേ മോളെ? എല്ലാം ഒത്തുവന്ന് ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ അനുഗ്രഹിച്ചിട്ട് പോകാനാ ഞാൻ വന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആരറിഞ്ഞു മോളെ? മുത്തശ്ശനെ ഇനി ഇവിടെ നിൽക്കണ്ട. വേണ്ട മുത്തശ്ശ, 2 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്ക്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, അവിടെ ഒരു പ്രധാനപ്പെട്ട കേസ് പാതി വഴിയിൽ നിൽക്കുക.
പോകാതെ നിവൃത്തിയില്ല. ഞാൻ ഇറങ്ങാ നരേന്ദ്ര. പോയിട്ട് പോ മാവ. മേഘനെ, മുത്തച്ഛൻ പോയിട്ട് വരാം. ഞാൻ പോട്ടെ മോളെ. കൊഞ്ചാൻ കൂട്ടില്ലയോ കൊതിയോടെ നോക്കി ഞാൻ നിൽക്കവേ വെറുതെ നീ ചിറകിലേറിയെന്നു പറന്നു ഞാൻ മനസ്സു വാടിത്തളർന്നു. നിന്നോട് മാനേജർ രവി, താങ്ക് യു വെരി മച്ച്. സർ, നിങ്ങളല്ലേ സമയത്ത് അവിടെ എത്തി മിഥുനെ രക്ഷിച്ചത്? അതിന്റെ പേരിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സോറി സർ, തെറ്റിദ്ധരിച്ചിരിക്കുക. മിഥുൻ സാറിനെ രക്ഷിച്ചത് ഞാനല്ല സാർ. മേഘന എന്ന കുട്ടിയാ മിഥുൻ സാറിന് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അവരാണ് സാറിനെ രക്ഷിച്ചത്. ശാലിനി, അത് നീ മിണ്ടല്ല. നീ നിക്ക് മേഘനെ. വാ മേഘനെ. സത്യമാണ് സാർ, ആ കൊച്ചു ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ മിഥുൻ സാർ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു. വലിയൊരു ആക്സിഡന്റ് നടന്നേനെ. ഈ മേഘന ആരാണ്? വല്യമ്മ, ഈ മേഘനയെ ഏട്ടന് നല്ല പരിചയമുള്ളതാ. അപ്പോ ഫംഗ്ഷൻ ഹാളിൽ ആ കുട്ടിയുടെ കല്യാണം നടക്കുമായിരുന്നു. ഈ ആക്സിഡന്റ് കാരണം ആ പാവത്തിന്റെ കല്യാണവും മുടങ്ങി.
ഏത് ദൈവമാണാവോ അവളുടെ രൂപത്തിലെത്തിയത്? അല്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ കുഞ്ഞു. വല്യമ്മേ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? മിഥുനേട്ടനൊന്നും പറ്റില്ല. ഡോൺ വറി. കുറച്ചു നേരം കൂടി കഴിഞ്ഞ ഏട്ടന്റെ ബോധം തെളിഞ്ഞോളൂ. മിഥുൻ സാറിനെ രക്ഷിച്ചത് ഞാനല്ല സാറ്. മേഘന എന്ന കുട്ടിയാ മിഥുൻ സാറിന് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന്. അവരാണ് സാറിനെ രക്ഷിച്ചത്. മേഘന. ഭഗവാനെ, നിതിന്റെ അസുഖം പെട്ടെന്ന് ഭേദാവണം. പ്രശ്നങ്ങളെല്ലാം മാറി അവൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകണം. പച്ചക്കറി 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 പച്ചക്കറി. ആ നിക്ക് നിക്ക്, ഇതൊക്കെ താൻ എങ്ങനെയാടോ കൊടുക്കുന്നേ? തൂക്കിയാണ് ചേച്ചി. ആഹാ, ഞാൻ വിചാരിച്ച് ലിറ്റർ കണക്കിനായിരിക്കുമെന്ന്. ഞാൻ കളിക്ക് ചോദിച്ചതല്ല. റേറ്റ് പറ. ഞാൻ വാങ്ങിച്ചാൽ ഒരു 5 രൂപ കുറച്ച് തന്നേക്ക്. 1/4 കിലോക്കാണോ? അല്ല, ഗ്രാമിന്. പിന്നെ അല്ലാണ്ട് എന്താ ചേച്ചി, കിലോയ്ക്ക് 5 രൂപ കുറച്ച് തന്നേക്കാം. 10 രൂപ കുറച്ചിട്ട് 2 കിലോ തക്കാളി ഇങ്ങ എടുത്തേ. ആ, എന്നാ എടുത്തോ ചേച്ചി. ആ, എന്നാ പിടിക്ക്. എന്തു പറ്റിയടോ? 1 കിലോയുടെ കല്ല് കാണുന്നില്ലല്ലോ. കല്ലില്ലെങ്കി ഇപ്പൊ എന്താ? തുലാസ് നിറച്ചെടുത്തോ, 20 രൂപ തരാം. അതെന്തിനാ? എന്നാ പിന്നെ മൊത്തം അങ്ങോട്ട് എടുത്തോ. എന്നാദ്യം കല്ലെടുത്തോണ്ട് വാ, ഞാൻ വാങ്ങിച്ചോളാന്നേ. എവിടെ? ഏയ്, നിക്കവിടെ. നിക്കടി. എന്നാ കല്ല് ദേ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നോക്കിയതായിരുന്നല്ലോ, അപ്പൊ കണ്ടില്ല. ആർക്കറിയാം, ഞാനും ഇപ്പോഴാ കണ്ടത്. പെട്ടെന്നാവട്ടെ. ആ. മേഘനെ, മേഘനെ, നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? എന്താന്ന് പറയാൻ?